ഈ വികസനം ചെയ്തത് തന്നെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വികസന രേഖ എല്ലാ വീടുകളിലും എത്തിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി അവരുടെ വർക്ക് ചെയ്യുന്നു, ഞാനെന്തിനാ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു? അദ്ദേഹം പോയി വോട്ടൊക്കെ പിടിച്ച് ജയിച്ച് വരാൻ നോക്കട്ടെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാലുമാറികളുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നിലനിൽക്കണം, അവരെ ജനം അംഗീകരിക്കും. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കാലുമാറി അങ്ങോട്ട് ചെല്ലുന്നുണ്ടെടുത്ത് ആരെങ്കിലും ഒരു ചിഹ്നവും കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന പ്രവണത അത് കേരളത്തിൽ അവസാനിപ്പിക്കണം. ചടയമംഗലത്തെ LDF സ്ഥാനാർത്ഥി ജെ ചിഞ്ചുറാണി റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ വർഷത്തെ അതേ എതിരാളിയാണ് UDF ഇറക്കിയിരിക്കുന്നത്. മത്സരം കടുക്കുമോ അതോ കഴിഞ്ഞ വർഷത്തെ ഈസി വാക്ക് ഓവർ ആയിരിക്കും? കഴിഞ്ഞ വർഷത്തെ പോലെ ഈസി വാക്ക് ഓവറല്ല, ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്. കഴിഞ്ഞ തവണയും ഞങ്ങൾ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലതുപോലെ എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്തി. ഇത്തവണയും ഞങ്ങളത് ഓടിയെത്തി. എല്ലായിടവും ഞങ്ങൾ റോഡ് ഷോ നടത്തി മണ്ഡലത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും എത്തി. ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ എല്ലാ കടകമ്പോളങ്ങളും ഓരോ പഞ്ചായത്തിലും നടന്നു തന്നെ കടകമ്പോളങ്ങളെല്ലാം ഞങ്ങൾ കയറി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒരു ട്രിപ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് ബാലൻസ് ചെറിയ കുറച്ച് കടകൾ കിടന്നതുകൊണ്ട് മാത്രം വന്ന് കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷമാണ് എന്നും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം. ചടയമംഗലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥിയാണെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് അവിടെ വന്ന് നിന്ന്, ഞാനൊരു പുതുമുഖമായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളല്ലേ എന്നോടൊപ്പം മത്സരിച്ചത്. എന്നിട്ട് എനിക്ക് 13,000-ലധികം വോട്ടിന് എനിക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധിച്ചില്ലേ. ഇത്തവണ ഈ മണ്ഡലത്തിൽ നമുക്കറിയാം ഗവൺമെൻറ് 10 വർഷക്കാലം നടപ്പിലാക്കിയ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള വികസനങ്ങളാണുള്ളത്. അതിൽ കുറച്ച് പങ്ക് എല്ലാ മണ്ഡലത്തിലും പോലെ ഞങ്ങളുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇവിടുത്തെ റോഡുകളൊക്കെ നിങ്ങൾ കയറി നോക്കണം. BMBC നിലവാരത്തിലേക്ക് പൊതുമരാമത്ത് റോഡുകൾ ഞങ്ങൾ ചെയ്തു. സ്കൂൾ കെട്ടിടങ്ങൾ അതെല്ലാം ആധുനികവൽക്കരിച്ച് ഹൈടെക് ആക്കി മാറ്റാൻ സാധിച്ചു. ആരോഗ്യ മേഖലകളിലെ കെട്ടിടങ്ങൾ ഇതിനകത്തൊക്കെ വലിയ മാറ്റങ്ങളാണ്. 1200 കോടിയോളം തുക ഈ നിയോജക മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചെലവഴിക്കും. ഇപ്പോൾ രണ്ടാം തവണ അംഗത്തിന് ഇറങ്ങുമ്പോൾ ഇത്തവണ പുതുമുഖമല്ല, അപ്പോൾ വികസന തുടർച്ചയ്ക്ക് വോട്ട് അതാണോ ഇത്തവണ ചോദിക്കുന്നത് ചടയമംഗലത്ത്? നമ്പർ 1 ഞങ്ങൾ പറയുന്നത് വികസന തുടർച്ച തന്നെയാണ്. ഈ വികസനം ചെയ്തത് തന്നെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വികസന രേഖ എല്ലാ വീടുകളിലും എത്തിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വികസനം ഞങ്ങൾ പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു ഒരു ഗവൺമെൻറ് വന്നു, രണ്ടാം ഗവൺമെൻറ് വന്നു, ഇപ്പോൾ വീണ്ടും മൂന്നാം ഗവൺമെൻറ്റിലേക്ക് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. ആ മൂന്നാം ഗവൺമെൻറ്റും കേരളത്തിൽ വരും. അതിനുള്ള പ്രചാരണമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എത്ര ഭൂരിപക്ഷമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷമൊക്കെ കഴിഞ്ഞ വർഷത്തേക്കായും കിട്ടും. അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. അന്ന് നിങ്ങൾക്ക് അറിയാം എത്ര കിട്ടുമെന്നുള്ളത്. കോൺഫിഡൻ്റ് ആണ്? കോൺഫിഡൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ എന്നോട് പറയും. എതിർ സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? നാട്ടുകാരനാണ്. എതിർ സ്ഥാനാർത്ഥി അവരുടെ വർക്ക് ചെയ്യുന്നു, ഞാനെന്തിനാ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു? അദ്ദേഹം പോയി വോട്ടൊക്കെ പിടിച്ച് ജയിച്ച് വരാൻ നോക്കട്ടെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എതിർപ്പാളയത്തിലുള്ള രണ്ടാളുകളെ നോക്കുന്ന സമയത്ത് ഒരാൾ മുമ്പ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് BJPയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീലാരോപണമൊക്കെ ഇങ്ങനെ കനക്കുന്ന സമയത്ത് പലയിടങ്ങളിലും അങ്ങനെയൊക്കെ മാറിയൊക്കെ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. കാലുമാറികളുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നിലനിൽക്കണം, അവരെ ജനം അംഗീകരിക്കും. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കാലുമാറി അങ്ങോട്ട് ചെല്ലുന്നുണ്ടെടുത്ത് ആരെങ്കിലും ഒരു ചിഹ്നവും കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന പ്രവണത അത് കേരളത്തിൽ അവസാനിപ്പിക്കണം. അങ്ങനെ ഇത്തവണ നമ്മൾ പലയിടവും കാണുന്നില്ലേ? അവരൊക്കെ വിജയിച്ച് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇവിടുത്തെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹമൊന്നും ആരുമല്ല. ആലപ്പുഴയുള്ള ചില ആളുകളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? ഞാൻ എല്ലായിടത്തെയും കാര്യം പറഞ്ഞു. ഇത് ആലപ്പുഴ മാത്രമല്ലല്ലോ, ഒരുപാടെടുത്ത് പ്രശ്നമില്ല. ഇത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും പഴയ മന്ത്രി നിലവിലെ MLA ചിഞ്ചുറാണി വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം ഇരട്ടിക്കും. അത് റിസൾട്ട് വരുമ്പോൾ കാണാമെന്നാണ് ഏതായാലും ചടയമംഗലത്തെ LDF സ്ഥാനാർത്ഥി റിപ്പോർട്ടർ ടിവിയോട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.